താല്പര്യ സഹോദരങ്ങളെ, നമുക്ക് ദൈവജനം പഠിക്കുന്നതിനായിട്ട് ഇങ്ങനെയുള്ള അവസരം ദൈവം ഒരുക്കി തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദൈവവചനം ഇല്ലാത്തതിൻ്റെ പോരായ്മയും മ്ലേച്ഛതയും ശക്തമായി പ്രതിപാദിക്കുന്നു. ആലയമുണ്ട്, യാഗമുണ്ട്, യാഗപീഠമുണ്ട്, പുരോഹിതന്മാരുണ്ട്, ലേവ്യരുണ്ട്, ഭക്തിക്കാവശ്യമായ ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഭക്തിയില്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം എടുത്താൽ എന്നിട്ട് അതിനകത്ത് കണ്ടുപിടിച്ചാൽ ആ കാലത്ത് ഒന്നാം വാക്യം മുതൽ വായിച്ചാൽ കണ്ടില്ലേ? ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം. മതി നമ്മുടെ വിഷയം ഏതാ? നമ്മുടെ വിഷയം വന്നിട്ട് പിന്നെ ഇതിനെ വായിക്കുന്നു. എല്ലാവരും നോക്കി, വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാലത്ത് വചനം വചനം ദുർലഭമായിരുന്നു. വചനം ദുർലഭമാകുന്നിടത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് അവിടെ പരാമർശം. എവിടെ വചനത്തിന് ശക്തി ഇല്ലയോ, എവിടെ വചനത്തിന് പ്രസക്തി ഇല്ലയോ, എവിടെ വചനത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലയോ, അവിടെ അതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂല്യശോഷണം സഭയ്ക്ക് ഭവിക്കുന്നതിൻ്റെ പിൻപിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വചനം പഠിപ്പിക്കാനും വചനം പഠിക്കാനും ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. പ്രസംഗമല്ല വചന പഠനം. പ്രസംഗം ഒരു വാക്യമെടുത്ത് എൻ്റെ ഇൻ്റലക്ച്വൽ നോ അബൌട്ട് വെച്ച് എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ പറ്റും. KP കേശവമോഹനൻ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എത്രയോ ഫിലോസോഫിക്കലി മനോഹരമാണ്. AP അപ്പൻ മനോഹരമായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതല്ല, ആ പ്രസംഗമല്ല ആവശ്യം. ഈ വചനത്തിൻ്റെ പഠനം, വചനം മനനം ചെയ്യണം. വചനമെന്ന കണ്ണാടിയിലൂടെ ജീവിത ദർശനം നടത്തണം. ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നതാ. എന്ത് ചെയ്യപ്പില്ല? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 18-19 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളായിട്ട് പഠിക്കുന്നത്. അവർക്ക് വെള്ളിയാഴ്ച വരാൻ പറ്റത്തില്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ ഒരു സമയം സഭ കണ്ടെത്തിയേ പറ്റൂ. റീച്ച് ഡൗൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. വി ആർ റീച്ചിങ് ഔട്ട്, ബട്ട് റീച്ച് ഡൗൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഒരു കൈവിട്ടു പോകും. ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ മറ്റു പലയിടങ്ങളിൽ പഠിക്കാൻ പോയി കഴിയുമ്പം അവർ പുതുസൃഷ്ടികളായിട്ട് തിരിച്ചു വരുന്നത്. ന്യൂ ലൈഫ്, അങ്ങനെ പല പേരുകളിൽ തിരിച്ചു വരും. എന്തുകൊണ്ടാണ്? ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വചനത്തെക്കുറിച്ചും ചർച്ചിനെ കുറിച്ചും. എന്താണ് ചർച്ച്? അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു ആവറേജ് മാർത്തോമാക്കാരൻ കാവുംപാവം എബനേസർ മാർത്തോമാ പള്ളിയിൽ വചനം കേൾക്കുന്നത് 15-20 മിനിറ്റേ ഉള്ളൂ. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. സേവികാസംഘത്തിന്റെ ചുമതലയിൽ ധ്യാനയോഗം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇടവ മിഷന്റെ ചുമതലയിൽ ധ്യാനയോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ യുവനസഖ്യം നടത്തുന്ന ധ്യാനയോഗത്തിൽ അതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു, അച്ഛനെ പ്രശംസിക്കുന്നു. ഓരോ സംഘടനയ്ക്കും ധ്യാനയോഗം. ഞാൻ 3 ദിവസം 4 ദിവസം തുടർച്ചയായി പ്രസംഗിച്ചയാളായി പറയുന്നത്. ഈ സഭയിലെ ശുശ്രൂഷകനായിട്ട് 50 വർഷമായി. 54 കൊല്ലമായി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട്. 50 വർഷമാകുന്നു ഈ സഭയിലെ ശുശ്രൂഷകനായി സഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ നിർവഹിക്കാൻ തുടങ്ങിയിട്ട്. വെളിച്ചം, ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയാണ് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തിട്ടില്ല. പെട്രോൾ മാക്സ് കൊണ്ട് കത്തിച്ച് കൺവെൻഷൻ നടത്തിയ കാലമുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? യെസ്, അങ്ങനെ ഉള്ളിടത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അവർ വന്ന് ഇങ്ങനെ കത്തുന്ന് പറഞ്ഞ് ഓടി വന്ന് പിന്നെയും പമ്പ് ചെയ്യും. എന്നാലും ഒരു പാട്ട് പാടും. ഈ ഹാർമോണിയോ അങ്ങനെ ഒന്നുമില്ല, തമ്പേറ് സൈഡിൽ നോക്കിയുള്ളൂ. കൈ അടിച്ച് പാട്ട് പാടി. എന്തോ ആവേശം, എന്തോ ഒരു സന്തോഷം. ഇനിയും ഒരു വാക്യം കൂടെ ഈ വചനത്തോട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. വചനത്തിൻ്റെ പ്രസക്തി. ഇത് നമ്മുടെ ജനം അറിയണം, എൻ്റെ ജനം അറിയണം, എൻ്റെ സഹോദരങ്ങൾ അറിയണം. അലസരായിരിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടവകയിലുണ്ട്. അവർക്ക് വന്ന് വചനം പഠിക്കാൻ. ഇനിയിപ്പം ഞാൻ പഠിപ്പിക്കുന്നുകൊണ്ടാണ് വരാത്തതെങ്കിൽ നമുക്ക്
പണ്ഡിതന്മാരായിരിക്കുന്ന മറ്റാളുകളെ വരുത്താം, ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യാം. നമുക്കൊരുമിച്ച് വചനം പഠിക്കാൻ സാധിക്കണം. ഇനി ഞാനൊരു വാക്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർപ്പിക്കാൻ ശ്രമിക്കുക. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഇന്ന് രാവിലെ എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. ഈ ഒരാഴ്ച മുഴുവനും ഞാൻ അന്വേഷിക്കുകയാണ് പലതും നിങ്ങളോട് പറയാൻ വേണ്ടി. അങ്ങനെ ഇന്ന് രാവിലെ എൻ്റെ ധ്യാന സമയത്ത് എന്നെ ഓർമ്മിച്ചതായിരിക്കുന്ന ഒരു പർട്ടിക്കുലർ വേഴ്സാണത്. എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന, നമുക്ക് 104 ഡിഗ്രി പനി വരക്കണേ. വചനത്തിൻ്റെ പ്രസക്തിയാണ്. ദൈവ കടാക്ഷം ഉണ്ടാകുന്നത് ആർക്കാണ്? ദൈവവചനത്തിൽ വിറയ്ക്കുന്നവനെ. മുട്ടിന്മേൽ നിന്ന് വചനം വായിച്ച് ധ്യാനിച്ച് വിറയലോടെ, ഭക്തിയോടെ, വളരെ ഭക്തിയോടെ വചനം വായിക്കണം. അപ്പോൾ ഇങ്ങനെ കണ്ണാടിയിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. The books we read, it reads us. The book we read, it reads us. അതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്തത്. Whenever we go to the word of God, it speaks to us. It reads our life, our private life, personal life, secret life, everything it reads, it reveals. ഇത് വെളിപ്പെടുത്തും. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യമാണ്. ആരുണ്ടങ്ങനെ? ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ചിലപ്പോഴും ചിലത്തൊക്കെ ചെല്ലുന്നുണ്ട് എനിക്ക് വിറയലുണ്ടാവും. വിറയലോടെ പ്രസംഗിക്കുന്നത്, വിറയലോടെ, ബഹുമാനത്തോടെ, ആദരവോടെ. യോ, ഇത്ര ശക്തിയുള്ള വചനം പറയാൻ ഐ ആം റിയലി അൺവർത്തി. എന്നെ ശക്തനാക്കിയ പ്രിയനേ നിനക്ക് നന്ദി, സ്തോത്രം. അനേക മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നിട്ട് വേണം ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ. ചില പോരാട്ടങ്ങളുണ്ട് ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അനേക മണിക്കൂറുകൾ എൻ്റെ പഠനമുറിയിൽ കയറിയിരിക്കണം. ഈ പ്രിപ്പറേഷൻ്റെ സമയത്തും അങ്ങനെയാണ്. മണിക്കൂറുകൾ, അതെൻ്റെ വൈഫിനോട് ചോദിച്ചാൽ അറിയാം എത്ര ദിവസം എത്ര മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട്. അതിലെനിക്ക് ഒരു പ്രയാസവുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കുകയും ദൈവത്താൽ കടാക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവജനമായി തീരാനായിട്ട് നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പഠനം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് 2-ാം അധ്യായത്തിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ച് കേട്ടതാണ്. എന്തായിരുന്നു 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ? നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം നെബൂഖദ്നേസർ മറന്നുപോയി. തന്മൂലം അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകുലപ്പെട്ടു. അദ്ദേഹം ക്രുദ്ധിച്ചു, കോപിഷ്ഠനായി, പ്രതികാരദാഹിയായി ശിക്ഷാ നടപടിയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ബോധ്യമാക്കാനാവാത്തവരെ നിഷ്കാസനം ചെയ്യാൻ, ഗളച്ഛേദം ചെയ്യാൻ തീരുമാനിച്ചു. അവരെ ഭൂമുഖത്തു നിന്നും അവരുടെ പേര് പോലും മായ്ച്ചു കളയത്തക്ക വിധത്തിൽ തീർപ്പ് കൽപ്പിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ആലയത്തെ ആക്രമിക്കത്തക്ക തരത്തിൽ കരുത്തുള്ളവൻ. ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ആലയത്തെ ആക്രമിക്കത്തക്കവണ്ണം കരുത്തുള്ളവൻ. ദൈവത്തിൻ്റെ ആലയത്തിലെ വിശുദ്ധ വസ്ത്രങ്ങളെ പൊക്കിയെടുത്ത് മർദോക്കിന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് രഹസ്യ അറയിൽ സൂക്ഷിക്കാൻ തക്കവണ്ണം കരുത്തനായവൻ. രാജസന്തതിയിൽപ്പെട്ടവരെ ബന്ദികളാക്കി, കുലീനന്മാരെ ബന്ദികളാക്കി ഇവിടെ കൊണ്ടുവരാൻ വിജയശ്രീലാളിതനായി ദൈവത്തെയും ദൈവത്തിൻ്റെ ആലയത്തെയും ദൈവത്തിൻ്റെ ജനത്തെയും കീഴ്പ്പെടുത്തത്തക്ക തരത്തിൽ ഗാംഭീര്യമുള്ള ശക്തിയുള്ള കരുത്തനായിരിക്കുന്ന രാജാവേ, ഇപ്പോൾ നീ എങ്ങനെയാണ്? ഇപ്പോൾ നീ ആരാണ്? ഇപ്പോൾ നിന്റെ സ്ഥിതി എന്താണ്? നമുക്ക് നിരുന്നൊരു പാഠമായത്. നമ്മൾ പാഠം പഠിക്കണം ഇതിലൂടെ. ചുമ്മാ ദാനിയേലിന്റെ ചരിത്രം പഠിക്കാനല്ല നമ്മുടെ വന്നിരിക്കുന്നത്. ദാനിയേലിന്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ
നമ്മുടെ വ്യക്തി ജീവിതത്തെ പരിശോധിക്കുകയാണ് കരണീയമായിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ പഠനം. അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റ്മെന്റ് കൂടെ ചേർത്ത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാൻ ശ്രമിക്കുന്നത്. വചനം ജീവിതത്തിന്റെ അനുഭവമായി, കോണ്ടംപററി ഇഷ്യൂസുമായി എപ്പോഴും ബന്ധപ്പെട്ടതാണ്. ഇന്നലെ ചരിത്രത്തിൽ നടന്നുപോയ ഒന്നല്ല, ഇന്ന് ജീവിക്കുന്ന ചരിത്രത്തിലുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ പവർഫുൾ വേർഡ് ഓഫ് ഗോഡ്. ഗോഡ് ബ്രീത്ത്സ്. ദൈവത്തിന് ഒരു സ്ഥലകാലഭേദമില്ല. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ കാലത്തെ അതേ ദൈവം തന്നെ ഈ കാലഘട്ടത്തിലും കർമ്മനിരതനാണ്. ഹി റെയിൻസ്. ഹെവൻ റെയിൻസ്. ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ യൂണിവേഴ്സ്. ഇതാണ് ഈ പുസ്തകത്തിലെ വിഷയം. ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ യൂണിവേഴ്സ്. അപ്പൊ നമുക്ക് പറയാൻ കഴിയണം, യെസ് ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് മീ. ഈ പറഞ്ഞിട്ടുള്ള സാധിക്കേണ്ട അതാണ്. അപ്പോൾ ഒരു ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്ക്, ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇസ് ഇറ്റ് സോ? അങ്ങനെയാണോ? He is in control of me, my life? ഇതാണ് പഠനത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കേണ്ടത്. സ്വപ്നം അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം സാധ്യമായി തീരുമെന്ന് തനിക്ക് ബോധ്യമുള്ള ആളുകളെ വിളിച്ചു. ആരൊക്കെയാണ്? ആഭിചാരകന്മാർ. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. സ്വപ്നം അറിയിക്കാനായിട്ട് തനിക്ക് ബോധ്യമുള്ളവരെ. രണ്ടാം വാക്യം, രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദേരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അപ്പോൾ ഒരു പ്രോബ്ലംസ് ലൈഫിൽ വരുമ്പോൾ, അതായത് ഈ രാജാവിൻ്റെ ബുദ്ധിക്കും രാജാവിൻ്റെ പരിജ്ഞാനത്തിനും അതീതമായിട്ട് വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ രാജാവ് പറയുന്നു, എൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നൽകാൻ കഴിയുന്ന ആളുകൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ആദ്യം അവരെ അന്വേഷിക്കുകയാണ്. പ്രോബ്ലം വരുന്ന സന്ദർഭത്തിൽ പ്രശ്നം നമുക്കുണ്ടാകുമ്പോൾ പ്രശ്നമില്ലാത്തൊരാരായി ഭൂമിയിലുള്ളത്? ഈ നെബൂഖദ്നേസറിന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. വി ഹാവ് അവർ ഓൺ പ്രോബ്ലം. ജോർജ് സാറില്ലേ, യു ഹാവ് യുവർ ഓൺ പ്രോബ്ലം. കോച്ച് സാർ, യു ഹാവ് യുവർ ഓൺ പ്രോബ്ലം. അച്ഛൻ, ഹി ഹാസ് ഹിസ് ഓൺ പ്രോബ്ലം. മീ, ഐ ഹാവ് മൈ ഓൺ പ്രോബ്ലം. ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഒരുപോലെയല്ല. അതിനകത്തൊരു നിസ്തുലതയില്ല, അതിനകത്ത് ഐക്യതയില്ല. നമ്മൾ ഡിഫറെൻ്റ് ആണ്, അതുപോലെ നമ്മുടെ പ്രോബ്ലംസ് ആർ ഡിഫറെന്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ റെസൊല്യൂഷൻ എന്താണെന്ന് അന്വേഷിക്കും. സ്വാഭാവികമായി രാജാവും അങ്ങനെ തന്നെ അന്വേഷിച്ചു. എന്നിട്ട് തനിക്ക് ബോധ്യമുള്ള പ്രശ്നപരിഹാരകരായ ചില ആളുകളെ തെരഞ്ഞു. ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒത്തിരി ആത്മീയ ടെക്നോളജിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ടെക്നീഷ്യൻസ് ഊതി വീഴ്ത്തും, പെടരയ്ക്ക് പിടിച്ച് തള്ളിയിടും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഒരുത്തൻ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഏതാണ്ട് പറയുന്ന ഉടനെ വീണ് ചിരിക്കുന്നു. ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമാണ് ചിരിപ്പിക്കുന്നത്. ചിലയിടത്ത് കുരയ്ക്കുന്നു, ഈ കുരപ്പിക്കുന്ന പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നു. ചിലത് മുട്ടയിലെഴുതി നടക്കും. ഇത്യാദി ഒത്തിരി വിക്രിയകൾ നടക്കുന്ന, ആത്മീയതയുടെ പേരിൽ, യേശുവിൻ്റെ പേരിൽ ഒത്തിരി വിക്രിയകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് കണ്ട് നമ്മൾ ആകൃഷ്ടരാകാൻ സാധ്യതയുണ്ട്. അവരെ കൊണ്ട് പരിഹരിക്കപ്പെടാം. നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് ഒത്തിരി പേര്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ദൈവികമാണെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാവും. അതുകൊണ്ടാണ്. ദൈവികമാണെങ്കിൽ നടന്നോട്ടെ. അല്ല, പലതും അർത്ഥത്തിൽ അത് ആളുകളെ വഞ്ചിക്കുന്നതാണ്, ആളുകളെ ചൂഷണം ചെയ്യുന്നതാണ്. അതായത് മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത്ഭുത രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ തെളിവായിട്ട് നിൽക്കുന്ന ഞാൻ. പിന്നെ ഞാൻ അതിനെതിരാകുമോ? നോ. എന്നാൽ എല്ലായിടത്തും എല്ലാവരെയും ഒന്നും ഉപദേശിച്ചിട്ടില്ല. അതെല്ലാം ഇമിറ്റേഷൻസ് ആണ്, അനുകരണമാണ്. ഇപ്പൊ യൂണിവേഴ്സലി ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയുള്ള ആളുകളെ അദ്ദേഹം രാജാവ് തന്നെ
രാജാവ് തന്നെ കണ്ടെത്തുക ആരൊക്കെയാണെന്ന് നമുക്ക് ഉള്ള വായിച്ചപ്പോഴ്. മന്ത്രവാദികളുണ്ട്, ശൈവവാദികളുണ്ട്, ആഭിചാരകന്മാരുണ്ട്, ക്ഷുദ്രക്കാരുണ്ട്, പിന്നെ കൽദേറുണ്ട്. കൽദേരെന്ന് പറഞ്ഞാൽ ഈ വിദ്വാൻമാരുടെ കൂട്ടത്തിൽപ്പെടുന്ന, അവർക്ക് ശാസ്ത്രങ്ങളൊക്കെ നല്ലോണം അറിയാവുന്നവരാ. ശാസ്ത്രശാഖകളെല്ലാം നന്നായി കരസ്ഥമാക്കിയിട്ടുള്ള ആളുകളാണ് ഇവർ. അപ്പൊ ഇവരുടെ വിദ്യ എന്താണെന്ന് അറിഞ്ഞിരുന്നാലേ ദൈവത്തിന്റെ വിദ്യ എന്താണെന്ന് അർത്ഥവത്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർക്ക് കഴിയത്തുള്ളൂ? ദാനിയേലിന്. അതുകൊണ്ടാണ് ദാനിയേലിനെ ഈ കൽദരുടെ വിദ്യയും ഭാഷയും പഠിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ദാനിയേൽ അനുസരിച്ചത്, വിധേയപ്പെട്ടത്. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ നോ പറഞ്ഞ ആളിന് വേണമെങ്കിൽ ഇതും കൂടെ നോ പറയരുത്. കാരണം ഭാഷ പഠിച്ചാൽ സംസ്കാരം പഠിക്കണം. ഭാഷ പഠിച്ചാൽ അവരുടെ വിശ്വാസാചാരങ്ങൾ പഠിക്കണം. വിശ്വാസ ആചാരങ്ങളും സംസ്കാരങ്ങളും ഭാഷയുമായി ബന്ധപ്പെട്ടാണ്. അത് ഭാഷ പഠിച്ചാൽ നമുക്കറിയാം, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ തനത് സംസ്കാരമുണ്ട്. തമിഴ് ഭാഷയ്ക്ക് അതിൻ്റെ തനത് സംസ്കാരമുണ്ട്. നമ്മളെക്കാട്ടിൽ ഉന്നമയുള്ള മനോഹരമായ ഒത്തിരി പുസ്തകങ്ങളും ഒക്കെ ഉള്ള ഒരു ഭാഷയാണ് തമിഴ് ഭാഷ. അത് സംസ്കൃതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഷയാണ്. അപ്പോൾ അതിൻ്റെ സംസ്കാരമുണ്ട്. ആ സംസ്കൃതി ഉൾക്കൊണ്ടിട്ടാണ് ആ ഭാഷയുള്ളത്. ഇദ്ദേഹം ഇതെല്ലാം പഠിച്ചു. ഏതെല്ലാം? ഈ മന്ത്രവാദവും തന്ത്രവാദവും 3 വർഷം കൊണ്ട് പഠിക്കാവുന്നതെല്ലാം പഠിച്ചു. എന്തിനാ? ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ബോധ്യമാകുമ്പോൾ അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ അതിലതീതമായ ഒന്നിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ പൗലോസിൻ്റെ ഈ പ്രസംഗ ചാതുര്യം, പ്രസംഗ തന്ത്രമൊക്കെ വളരെ രസമാണ്. ഈ പൗലോസെ അരയോകുന്നിൽ നിന്നൊരു പ്രസംഗം നടത്തി. ഓർക്കുന്നുണ്ടോ? എന്താ? പുസ്തകത്തിൽ 7-ാം അധ്യായം എന്തായിരുന്നു? അവരുടെ ഇൻസ്ക്രിപ്ഷനിൽ തന്നെ പുള്ളി ഇവരെടുത്തു, ഓടി നടന്ന് എല്ലാം കണ്ടു. അവിടെ കാണുമ്പോൾ ഒന്ന് പാവമാണ്. നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞു, വിശുദ്ധന്മാരോടൊന്നും പോകാൻ പാടില്ല, അവിടെയൊക്കെ പോകണം. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ട്. ഒത്തിരി ടെമ്പിൾസ് സന്ദർശിച്ചിട്ടുണ്ട്, ഒത്തിരി ദൈവാലയങ്ങൾ, ഒത്തിരി അവരുടെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ബഹുവിധ സംസ്കാരങ്ങൾ. രാജസ്ഥാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടെമ്പിൾസിലൊക്കെ ചെന്ന് നമുക്ക് കയറാൻ ചിലപ്പോൾ തോന്നത്തില്ല. ചില അശ്ലീലമായിരിക്കുന്ന പിക്ചേഴ്സൊക്കെ അവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ചില സ്ഥലങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോകേണ്ടി വരും, പോകും. അതൊക്കെ സന്ദർശിക്കും, അതൊക്കെ കാണും. അത് കാണുന്നൊന്നും അനുകരിക്കാൻ വേണ്ടിയല്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ സംസ്കാരം. എന്നിട്ട് ഇതിലതീതമായ ഒരു ദൈവത്തെ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പുള്ളിക്കാരെ ചുറ്റും ഇറങ്ങി നോക്കി എല്ലാം കണ്ടു. അർത്തമീസ് ദേവിയെ കണ്ടു, ഡയാന ദേവിയെ കണ്ടു, ഇങ്ങനെ മർദോക്കിനെ കണ്ടു. അവരെല്ലാം കണ്ടേച്ച് ഇങ്ങോട്ട് വന്നേച്ച് നോക്കിയപ്പോൾ ഒരു ഇൻസ്ക്രിപ്ഷൻ കണ്ടു, അജ്ഞാത ദേവൻ. പലർക്കും ബലിപീഠങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ എന്താ ഉണ്ട്? അജ്ഞാത ദേവൻ. അങ്ങോട്ട് തുടങ്ങിയില്ലേ പ്രസംഗം? അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ഒരുത്തൻ ദേവന്റെ വേദിക്കല് കണ്ടു. അങ്ങോട്ട് തുടങ്ങി. നിങ്ങൾ അറിയാത്ത ഒരുത്തനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതാണ് നസ്രയനായ യേശു. പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസ്രയനായ യേശു. അവനെ നിങ്ങൾ സ്വീകരിക്കണം. എന്നാൽ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് നിത്യജീവനുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവിടെ തന്നെയുണ്ട്. അവരെ വരുത്തി. എന്നിട്ട് അവരെ വരുത്തിയിട്ട് പറഞ്ഞു, എന്താ പറയുക, 2 കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ സ്വപ്നം കണ്ടു, സമ്മതിച്ചു. സ്വപ്നം മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. സ്വപ്നം പറഞ്ഞ അർത്ഥം പറയാൻ ഇവർക്കറിയാം. പക്ഷെ രാജാവ് പറയുന്നത് എന്നാന്നറിയാം? ഇതാണ് ഒരു ടെസ്റ്റ് ഡോസാ സാറേ. ഇവർക്കുള്ള ഒരു ടെസ്റ്റ് ഡോസാ. അർത്ഥം എന്നാന്നറിയാം? സ്വപ്നം പറയണം, എന്നാൽ നിങ്ങൾക്ക് അർത്ഥം പറയാൻ പറ്റും. നിങ്ങൾ വലിയ പുള്ളികളല്ലേ, നിങ്ങൾ വലിയ ആഭിചാരകന്മാരല്ലേ, നിങ്ങൾ ശുദ്രക്കാരല്ലേ, നിങ്ങൾക്ക് ടെക്നോളജി അറിയാവുന്നവരല്ലേ, പറ എന്ത് പറയണം? സ്വപ്നം ഞാൻ മറന്നുപോയില്ലേ, അതെന്താണ്? അത് പാസ്റ്റാണ്. പാസ്റ്റ് ആയിരിക്കുന്നത് ഞാൻ മറന്നു. പാസ്റ്റിനെ നിങ്ങൾക്ക് അറിയാമെങ്കിലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കൂടെ പറയാനായിട്ട് സാധിക്കൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അറിയാമെങ്കിൽ മാത്രമേ നീ ശരിയായിട്ടുള്ള
ശരിയായിട്ടുള്ള പ്രശ്ന പരിഹാരകരാകത്തുള്ളൂ. ഇന്നുകൾ ഞാൻ നിൽക്കുന്ന അഭിമുഖീകരിക്കുന്ന ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്. എനിക്ക് ഉറക്കമില്ല, ആ പാട സങ്കടത്തിലാണ്, ഞാൻ കൊലവിളി നടത്തിയേക്കാണ്, ഞാൻ ഐ ആം ഡിസ്റ്റർബ്, ടോട്ടലി ഡിസ്റ്റർബ്, ഐ കനോട്ട് സ്ലീപ് ഈവൻ. ഞാൻ ഭയങ്കര കരുത്തനാണ്, നാട്ടുകാരൻ്റെ മുമ്പ് വിറയ്ക്കും. 120 സംസ്ഥാനങ്ങൾ ഭരണാധികാരിയാണ്, വലിയ കോട്ടക്കകത്താണ് ഞാൻ ജീവിക്കുന്നത്, ഹാങ്ങിങ് ഗാർഡൻ എനിക്കുണ്ട്, യൂഫ്രട്ടീസ് നദി ഒഴുകുന്നുണ്ട് എൻ്റെ സ്ഥലത്തൂടെ, എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്കുണ്ട്, നിങ്ങൾ എൻ്റെ അരമനയിലുണ്ട്. അതുകൊണ്ട് എന്നെ ഇപ്പൊ സഹായിക്കുന്നത് ആരാണ്? നിങ്ങളാണ്. രാജാവ് ചെലവ് ചൊല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ആളുകളാണ്. അവരവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇതുവരെ ആരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് ഒന്ന് വായിച്ചാട്ടെ. അവർ പറഞ്ഞ മറുപടി, സ്വപ്നം അടിയോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു. രാജാവ് കൽപ്പനയുടെ ഉത്തരം പറഞ്ഞത്, വിധി കൽപ്പിച്ചു പോയി സ്വപ്നവും അർത്ഥവും അറിയിക്കാൻ ഞാൻ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും നിങ്ങളുടെ വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും എന്ന് കൽപ്പിച്ചു. സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പീൻ. അവർ പിന്നെയും രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു. അതിന് രാജാവ് മറുപടി കൽപ്പിച്ചു, വിധി കൽപ്പിച്ചു പോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ രാജാവ് ഇപ്പോൾ വളരെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവർ പറയുന്നതാണ്, ഇത് അസാധ്യമാണ്. അതായത് അർത്ഥം ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ഇന്നലകളിൽ നടന്ന സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ അത് അസാധ്യമാണ്. അത് അസാധ്യമാകാൻ കാരണം എന്താണെന്നറിയും? ഈ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമം പുതിയ നിയമം കൂടെ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോഴേ ഇത് ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇവിടെ അത് സംഗതമാണ്. എല്ലാവരും കേട്ടല്ലോ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, പിന്നെ അതവന് പോഷത്വം. ആരോടാ ഇത് പറയുന്നതെന്നറിയാമോ? കൊരിന്തിലെ വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ പ്രാകൃതരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ആരാണ്? ദൈവ ജനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിന് ദൈവത്തിൻ്റെ ഉപദേശം ഗ്രഹിക്കാനാവില്ല നിങ്ങൾ പറയരുത്. പ്രാകൃത മനുഷ്യന് പ്രാകൃതമായ കാര്യമേ അറിയത്തുള്ളൂ. നിങ്ങൾ പ്രാകൃത മനുഷ്യരായിരുന്നു കൊരിന്തിൽ. വിഗ്രഹങ്ങളെ സേവിച്ചവരായി നിങ്ങൾ, അന്യദൈവങ്ങളെ സേവിച്ചവർ നിങ്ങൾ. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായി കഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ആരാണ്? ദൈവമക്കളാണ്. നിങ്ങളിപ്പോൾ ആത്മാവിൻ്റെ ഉപദേശം അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉപദേശങ്ങൾ തിരിച്ചറിയേണ്ടവരാണ്. അപ്പോൾ ഇവിടെ ആരാണ് അർത്ഥം ബോധിപ്പിക്കാൻ വന്നിരിക്കുന്നത്? സ്വപ്നം കൊടുത്തത് ആരാ? രാജാവിന്. ദൈവമാണ് കൊടുത്തത്. ദൈവം അത് പറ. സ്വപ്നം കൊടുത്തത് ആരാ? ദൈവം. കാണിച്ചു കൊടുത്തത് ആരാ? എന്താ കാണിച്ചു കൊടുത്തത്? എൻ്റെ ഫ്യൂച്ചർ എന്തായിത്തീരും എന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയോടെ ആകുലതയോടെയും ആൻസൈറ്റിയോടെയും കിടന്നുറങ്ങിയവനെ ഉടമസ്ഥനായ ചരിത്രത്തിൻ്റെ നാഥൻ, ചരിത്രത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നവൻ, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, കരുത്തനായ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തു, നിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ഈ രാജ്യത്വത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാലഗതികൾ? ചരിത്രം എങ്ങോട്ട് നീങ്ങുന്നു? ചരിത്രം വളരെ രസമായിട്ട് പഠിക്കാൻ. ഇത് പലപ്പോഴും ഞാൻ വായിച്ച് നോട്ടൊക്കെ എഴുതുമ്പോൾ എൻ്റെ ദേഹത്തെല്ലാം കോൾമയർ കൊണ്ടിടും. ലോകരാജ്യത്വം നമ്മുടെ കർത്താവ് ഏറ്റെടുക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ദർശനമാണ് ഈ 2-ാമത്തെ അധ്യായത്തിലൂടെ ബിംബത്തിന്റെ കാഴ്ചപ്പാടിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ ഉള്ളതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെ മറനീക്കി ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? നെബൂഖദ്നേസറിന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ പ്രാകൃത മനുഷ്യൻ, ഈ വന്നിരിക്കുന്ന മന്ത്രവാദികളും ശുദ്രക്കാരും ഒക്കെ ആരാണ്? പ്രാകൃത മനുഷ്യൻ. അവർക്ക് എന്തോ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പറ,
വാക്യം എന്തിനാ പിന്നെ വായിച്ചത്? ഒന്നുകൂടെ വായിക്കും സാറേ വാക്യം. ഈ പ്രാകൃത മനുഷ്യൻ ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ആരാ? ദൈവം. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ മനസ്സിലാകുന്ന ആർക്കേ പറ്റത്തുള്ളൂ? അങ്ങനെ പറ, അങ്ങനെ പറഞ്ഞു. ദൈവാത്മാവ് ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചോ? എവിടെയും ഇതിനിടെ പരാമർശിച്ചോ? ഓർക്കുന്നുണ്ടോ? ആരും എവിടെ ഞാൻ പറഞ്ഞു? ഇങ്ങനൊരു മനുഷ്യനെ കുറിച്ച് ജോസഫ്. യെസ്, യു ആർ കറക്റ്റ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്, യു ആർ ഫോളോയിങ്. അതെവിടെയാ? ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ആര് പറഞ്ഞതാണ്? ഫറവോൻ പറഞ്ഞതാ. ആരെ നോക്കി? ജോസഫിനെ നോക്കി. ചേട്ടന്മാരുടെ ദൃഷ്ടിയിൽ കൊള്ളരാത്തവെന്നാ പറഞ്ഞത്. അദ്ദേഹം ഡിസ്പാച്ച് ചെയ്ത് പുറത്ത് കളഞ്ഞതാ, അല്ലയോ? പൊട്ടക്കണ്ടി പിടിച്ചിട്ടാ. ഇതൊക്കെ നല്ല പഠനമാണ്. ജോസഫിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ നല്ല ക്യാരക്ടർ സ്റ്റഡിയാണ്. പഠിക്കണം കേട്ടോ. അത് പഠിച്ചാലേ ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടെത്തോ പറ്റുമോ? അപ്പൊ ദൈവാത്മാവിന് മാത്രമേ സ്വപ്ന വ്യാഖ്യാനം സാധിക്കുള്ളൂ. ഈ പുസ്തകം നമ്മെ പഠിപ്പിച്ചു. ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് ദൈവാത്മാവുള്ളവനെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ പറഞ്ഞേ, ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയ ഈ വചനം ദൈവാത്മ പ്രേരണ കൂടാതെ കണ്ട് വ്യാഖ്യാനിക്കരുത്, തെറ്റായിപ്പോകും. ദൈവാത്മാവിൻ്റെ ആലോചന ഇല്ലാതെ, അതായത് ഇതിനൊരു പൊതു സ്വഭാവമുണ്ട് ദൈവവചനത്തിന്. കോണ്ടെക്സ്റ്റിൽ നടത്തി മാറ്റി പ്രസംഗിച്ചാൽ ആളുകൾക്ക് ദോഷം സംഭവിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. ബൈബിളിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വേണം ഇത് പ്രസംഗിക്കാൻ, ഇത് ജനത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട്. വേദപുസ്തകത്തിലെ എല്ലാ ഈവൻസിന്റെയും പിൻപിൽ കാലികമായിരിക്കുന്ന ഒരു ദൈവോദ്ദേശമുണ്ട്. ആ ദൈവോദ്ദേശം അതിനകത്ത് വെളിപ്പെടുത്തണം. ഈ ദൈവോദ്ദേശം എന്താണെന്ന് യേശു ലോകത്തെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ പുസ്തകം മുഴുവനും എയിം ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. എനിബഡി? റെഫറൻസ് പറ. യേശു തന്നെ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം, 43, 44 ചേർത്ത് വായിച്ചാൽ. ഞാനിതൊക്കെ പറയുന്നത് നമ്മുടെ ജനങ്ങൾ വേദപുസ്തകമായിട്ട് പഠിക്കണം, അടുത്ത് വരണം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. എല്ലാവരും എടുത്താൽ, എല്ലാവരും എടുത്ത് വായിച്ചാൽ. കേട്ടോണം. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്താ സാറേ ഒന്ന് ഇവർ കേട്ടില്ല, അവിടെ ഇരിക്കുന്നത് കേട്ടില്ല. മോശയുടെ ന്യായപ്രമാണം, പിന്നെ പ്രവാചക പുസ്തകം, സങ്കീർത്തനം, ഇതെല്ലാം കൂടെ ആകുമ്പോൾ എന്തായി? വേദപുസ്തകമായി. ടോട്ടൽ ബൈബിൾ ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശു തന്നെ പറയുക. ആരുടെ? എമോസിലെ വിശുദ്ധന്മാരുടെ സംഭവമൊക്കെ ഉണ്ട് അവിടെ. അവരോട് പറയുകയാണ്, എന്നെക്കുറിച്ച് ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദ ഹോൾ ബൈബിൾ ആരെക്കുറിച്ചാ? സങ്കീർത്തനം പ്രസംഗിച്ചാൽ യേശുവിനെ കുറിച്ച്, പ്രവാചക പുസ്തകം വ്യാഖ്യാനിച്ചാൽ യേശുവിനെ കുറിച്ച്, ന്യായപ്രമാണം വ്യാഖ്യാനിച്ചാൽ യേശുവിനെ കുറിച്ച്. ഇതില്ലാത്ത പ്രസംഗം കെട്ടുകഥയാണെന്നുള്ള കാര്യം മറക്കല്ലേ. ആത്മീക വർധന വരുത്തില്ല. പ്രസംഗത്തിന്റെ രസം ഉൾക്കൊള്ളാം. എന്തെങ്കിലുമൊക്കെ പറയാം, വാചകം അടിക്കാം, കഥാപ്രസംഗമായി നടത്താം. ഒരു വാക്യം വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. നോ, കോണ്ടെക്സ്റ്റിൽ നിന്ന് ഒരിക്കലും വേർവിട്ട് പോകാൻ ഒരു പ്രസംഗത്തിന് അനുവാദമില്ല. ആ ടെക്സ്റ്റിനൊരു ഉദ്ദേശമുണ്ട്. ഒരു ടെക്സ്റ്റ് വായിച്ചാൽ ആ ടെക്സ്റ്റിനകത്ത് ഉദ്ദേശമുണ്ട് ദൈവാത്മാവിന്. അത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലോട്ട് ഇങ്ങനെ എടുത്തു വെച്ചു കൊടുക്കണം, പിക്ചറൈസ് ചെയ്ത് എടുത്തു വെച്ചു. അതാണ് പ്രസംഗക ധർമ്മം. അത് പഴയ നിയമത്തിലുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം പഴയ നിയമം പ്രസംഗിക്കുന്നതാണ്. പുതിയ നിയമം പ്രസംഗിക്കും, പഴയ നിയമം കൂടുതൽ ഇഷ്ടമാണ്. പഴയ നിയമത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന, നിഴലായി നിൽക്കുന്ന ക്രിസ്തുവിനെ പുതിയ നിയമത്തിന്റെ പൊരുളായി വ്യാഖ്യാനിക്കുക. അതാണ് ജനത്തിന് ആവശ്യമായിരിക്കുന്നത്. അതാ ന്യൂ ടെസ്റ്റ്മെന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റ് തമ്മിലുള്ള ബന്ധം ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലേ. പഴയ പുതിയ നിയമങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. The New Testament is concealed in the Old Testament and the Old Testament is revealed in the New Testament. The New Testament is concealed in the Old Testament and the Old Testament is revealed in the New Testament. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാത്തത്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രൂസിഫിക്ഷൻ,
പാപം, രക്ഷ, ന്യായവിധി, ഇതൊക്കെ ശക്തമായ ദൂതുകളാണ് ഈ കാലഘട്ടത്തിലെ. സ്വപ്നം കണ്ടു, സ്വപ്നം മറന്നുപോയി, എന്നിട്ട് സ്വപ്നം വ്യാഖ്യാനിക്കാൻ ബോധ്യത ഉണ്ടെന്ന് തോന്നുന്ന ആളുകളെ വരുത്തിയിട്ട് അവരത് വ്യാഖ്യാനിപ്പാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവരുടെ മറുപടി എന്താണ്? രാജാവിൻ്റെ ചോദ്യം, ഇതിന് താഴോട്ട് വരാം. സാറേ 11-ാമത്തെ വാക്യം വായിച്ച്. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണ്, അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. എന്തൊക്കെയായിരുന്നു അവരുടെ കണ്ടെത്തൽ? ഒന്ന്, ഇറ്റ് ഈസ് ഇംപോസിബിൾ. എന്താണ്? ഇറ്റ് ഈസ് ഇംപോസിബിൾ. രണ്ട്, ഇത് ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് കഴിയും. എന്താ കോയി സാറ്, വല്ലതും മനസ്സിലായോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്നാണ്. പിന്നെ ഇത് ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് കഴിയും. പിന്നെ മനുഷ്യനെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. അതെ, ഒരു മനുഷ്യനും ഇത് അറിയാവുന്ന ഒരു ഭൂമിയിൽ ഇല്ല. നോക്കണേ, ഒരു മനുഷ്യനും ഭൂമിയിൽ ഇതറിയാവുന്നവർ ഇല്ല. പിന്നെ ഇത് അസാധ്യമാണ്. ഇത് ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് പറ്റത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കരുത്താർജിച്ച ശക്തനായ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. പാലസ്, നമ്മുടെ ബാബേലിൻ്റെ പാലസിലാണ് നമ്മളിപ്പോൾ യാത്ര. എന്നോടുകൂടെ ബാബേൽ പാലസിൽ പോവുക. കിങ് നെബൂഖദ്നേസർ വിത്ത് ഓൾ മൈറ്റ് ആൻഡ് പവർ, ഹി ഈസ് ഓൺ ദ ത്രോൺ. ഭയങ്കര സിംഹാസനത്തിൽ പൊൻ കിരീടങ്ങളൊക്കെ വെച്ച് ചെങ്കോലും ധരിച്ച് ഇങ്ങനെ അവിടെ വാണരുളുകയാണ്. അപ്പോൾ വാണരുളുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം പള്ളിമെത്തയിലേക്ക് കൊണ്ട് ആക്കുന്നതിന് വരെ ആളുണ്ട്. അവിടം വരെ ആളുണ്ട്. പിന്നെ പരിചാരകവൃന്ദം വേറെയുണ്ട്. അദ്ദേഹത്തെ രാത്രിയിലെ സുന്ദരിമാരവിടെ അദ്ദേഹത്തെ ഉറക്കുന്നതിന്, അതൊക്കെ ചരിത്രമുള്ളതാണ്. ഉറക്കുന്നതിന്, അദ്ദേഹത്തിന് പാനീയം കൊടുക്കുന്നതിന് ചുമതല, ഇതെല്ലാം ഉള്ള ഒരു സംവിധാനമാണ്. തൊട്ടത് അരമനയിൽ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അന്നേരം അറ്റൻഡ് ചെയ്യുവാൻ എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിനുണ്ട്. അപ്പം സേഫ്റ്റിയും സെക്യൂരിറ്റിയും അരമനയ്ക്കകത്ത് തന്നെ ഉണ്ട്. സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും നടുവിൽ, മാനുഷികമായ സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും നടുവിൽ ഒരു മനുഷ്യൻ വിഷണ്ണനും ആകുലനുമായി കൊലവിളി നടത്തി ക്രുദ്ധനായി ഇരിക്കുകയാണ്. ഉറക്കവും പോയി, ആ പാടെ വേളറി വെളുത്ത് എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു. ലോകത്തെ കുലുക്കുന്നതാണെന്ന് ഓർക്കണം. അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിലാണ് അവർ ഡിക്ലെയർ ചെയ്തത്. ആരാണ്? രാജാവിൻ്റെ പാലസിലുള്ള എല്ലാ സയൻറ്റിസ്റ്റും, എല്ലാ ഡോക്ടേഴ്സും, എല്ലാ ടെക്നീഷ്യൻസും ഡിക്ലെയർ ചെയ്തു, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് മാത്രം ഇത് കഴിയും. പിന്നെ മനുഷ്യനെ കൊണ്ട് സാധിക്കും. ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇവിടെ ആരുണ്ട്? ഇപ്പം ഈ പാലസിൽ? രാജാവാപ്പാടെ ഇവിടെ ക്ഷീണിച്ച് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയൊക്കെയാണ്. രാജാവ് ആ പാടെ അസ്വസ്ഥനാണ്. പക്ഷെ ഇവിടെ വേറെ ഒരു കൂട്ടരുണ്ട്. അത് ദാനിയേലും കൂട്ടരും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആർക്കറിയാം? നെബൂഖദ്നേസറിനറിയാം. കാരണം ഇവരെ ട്രെയിൻ ചെയ്യാൻ അയച്ചത് ആരാ? കൽപ്പന കൊടുത്തത് ആരാ? അപ്പോൾ ഈ രാജാവിൻ്റെ ഗുഡ് ലിസ്റ്റിലുള്ള കൂട്ടത്തിലാണ് ആര്? ദാനിയേലും കൂട്ടരും. ദാനിയേലിനെയും കൂട്ടരെയും ഈ പ്രത്യേക സന്ദർഭത്തിൽ വിളിച്ചിട്ടില്ല. ദാനിയേലും കൂട്ടരും അതിനകത്തുണ്ടായിട്ടും, ശ്രദ്ധിക്കണം, ദാനിയേലും കൂട്ടരും പ്രാർത്ഥിക്കുന്നവരാ വീട്ടിലുണ്ടായിട്ടും, അവരെ വിളിച്ചെന്നല്ല, ഉണ്ടായിട്ടും അവിടെ എന്ത് സംഭവിച്ചു? രാജാവിൻ്റെ ഉറക്കവും പോയി,
രാജാവിൻ്റെ വേഷവും മാറി, രാജാവിൻ്റെ രീതി മാറി, പരിഭ്രാന്തനായി വിഷണ്ണനായി പ്രാർത്ഥിക്കുന്നവരോടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ആത്മീയ അർത്ഥം മനസ്സിലാകുന്നു. ചിലതൊക്കെ ചില വീട്ടിൽ ചില കുരുക്ക് കിടക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു തരുന്നു. പ്രാർത്ഥിക്കുന്നവരുണ്ടായിട്ടും ചില കുരുക്കുകളാണ്. പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ദാനിയേലും ചിലർക്ക് മെശുകാബേദനുമുണ്ട്. ഈ ഒരു കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അത് മൈനോറിറ്റിയാണ്. ആ പ്രാർത്ഥിക്കുന്ന ജനത്തെ ഈ പ്രാർത്ഥിക്കാത്ത ഭൂരിപക്ഷം തിരിച്ചറിയണമെന്ന് ശഠിക്കരുത്. അവർക്കറിയില്ല. ആ കാലവും ഈ കാലവും അങ്ങനെ തന്നെ. പ്രാർത്ഥിക്കുന്ന ജനത്തെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലമാണ് ഇന്നും. നിലവിളിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലമാണിന്ന്. പക്ഷെ സ്വർഗം പറയുന്നത് എന്നാണെന്നറിയാമോ? എസെക്കിയേലിന്റെ പുസ്തകത്തിലൊരു റെഫറൻസ് ഉണ്ട്, ഓർക്കുന്നവർ പറയാം. യെരുശലേമിന്റെ നിലവിലൂടെ ചെന്ന് യെരുശലേമിന്റെ അതിക്രമ നിമിത്തം കരഞ്ഞു മുറവിളി കൂട്ടുന്ന ജനത്തിന്റെ നെറ്റിമേൽ അടയാളമിടണം. സംഹാരകനോട് വിട്ടാൻ പറയുമ്പോൾ നെറ്റിമേൽ അടയാളം കാണുന്നവനെ ഒഴിഞ്ഞു പോകും. എസെക്കിയേൽ പ്രവാചകൻ നല്ല മനോഹരമാണ്. ഞാനിപ്പം റെഫറൻസ് പറയുന്നില്ല, ഞാൻ ആ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ പോയി കണ്ടുപിടിച്ചോണം. ചരിത്രം പറഞ്ഞ കേട്ടല്ലോ. നെറ്റിമേൽ അടയാളമിടും. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, നീ വെട്ടിക്കോളൂ. സംഹാരകനോട് പറയാൻ, നീ വെട്ടിക്കോ, പക്ഷെ അടയാളം കാണുന്ന ഒരു പുരുഷനെയും തൊട്ടുപോകരുത്. ഇവിടെ പുതിയ നിയമ ചിന്തയുമായി ബന്ധമുണ്ട്, ബന്ധപ്പെടുത്താൻ പോവാ. ന്യായവിധിയുടെ ഭയങ്കരത വരുമ്പോൾ, ഭയങ്കരമായ ശിക്ഷ നടക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തെ തിരിച്ചറിയാൻ നെറ്റിമേലൊരു മുദ്രയുണ്ട്. ആ മുദ്രയാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. സ്തോത്രം. അറിയാവുന്നവരെ സ്തോത്രം പറയത്തുള്ളൂ, അല്ലാത്തവരെ പറയത്തില്ല. മനസ്സിലായോ? ഞാൻ മുദ്രയെക്കുറിച്ച് പറഞ്ഞതാ, ഓർക്കുന്നുണ്ടോ? ഇതിനാ പഴയ നിയമം പുതിയ നിയമം കൂടെ ചേർത്ത് ഞാൻ പറയുന്നത്. ഈ മുദ്രയെക്കുറിച്ച് എവിടെയാ പറഞ്ഞത്? വായിച്ചു. എഫേസ് ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. സാറേ, വിഷയം കണ്ടോ? ദൈവജനത്തെ തിരിച്ചറിയുന്നൊരു വേർതിരിക്കുന്നൊരു സമയമുണ്ടെന്ന്. നല്ലവനും ദുഷ്ടനും തമ്മിൽ, നീതിമാനും ദുഷ്ടനും തമ്മിൽ, രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിൽ, വിശുദ്ധനും അശുദ്ധനും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ മുദ്രയാണ് വീണ്ടെടുപ്പ് നാളിന്റെ മുദ്ര. ഏതാ വീണ്ടെടുപ്പ് നാളിന്റെ? നമ്മൾ പാട്ട് പാടും, വീണ്ടെടുപ്പിൻ നാളടുത്ത്. എന്താ പറഞ്ഞല്ലേ പാടുന്നത്? വീണ്ടെടുപ്പിന്റെ നാളടുത്തു. കർത്താവ് തന്നെ മണവാട്ടിയെ ചേർക്കാനുള്ള കാലം വന്നിരിക്കുന്നു. കർത്താവ് തന്നെ മണവാട്ടിയുമായി നിത്യത അനുഭവിക്കുന്ന സമയം സമാഗതമാവുകയാണ്. അതിന്റെ മുദ്രയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്ന വീണ്ടെടുപ്പിന്റെ മുദ്ര. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു, മുദ്ര കാണുന്ന ഒരുത്തനെ പോലും തൊട്ടുപോകരുത്. സ്തോത്രം. ആത്മാ നിറവിന്റെ ജീവിതം നയിക്കുന്ന ദൈവവൈതലേ, സംഹാരം നടക്കുമ്പോൾ നിന്നെ തിരിച്ചറിയുന്ന മുദ്രയാണ് ദൈവാത്മാവിൻ്റെ മുദ്ര. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലും ഇത് തന്നെ മനോഹരമായി പരാമർശിച്ചിട്ടുണ്ട്. പഴയ പുതിയ നിയമങ്ങൾ കോർത്തിണക്കി ഇത് നമ്മൾ പഠിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഇവരെ വിളിക്കാൻ? എന്താ ഇവരെ വിളിക്കാൻ? നമ്മൾ ചെറിയ കാര്യം, പക്ഷേ വലിയ കാര്യം പഠിക്കാനാണ്. എന്താ അവരെ വിളിക്കാൻ? ഞാൻ പറഞ്ഞ ഒരു കാര്യം മറക്കരുത്. പ്രാർത്ഥിക്കുന്ന ഒരു അരമനയിൽ ഉണ്ടെങ്കിലും എന്നാ പ്രശ്നമുണ്ട്? ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഉണ്ടോ? യെസ്. എസെക്കിയേൽ പ്രവചനം 14-ാം അധ്യായം ഞാൻ ഈ ദാനിയേൽ ചരിത്ര പുരുഷനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി റെഫറൻസ് വായിച്ചപ്പോൾ ആ റെഫറൻസിനകത്ത് ഈ പറയുന്ന സത്യം ചേർത്തിട്ടുണ്ട്. ആരെങ്കിലും വായിച്ചത് കേട്ടായിരുന്നോ? എസെക്കിയേൽ പ്രവചനം 14-ാം അധ്യായം. ഇതൊന്നും നടക്കാത്ത കാര്യം പോലെ നിങ്ങളുടെ നോട്ടം കണ്ടിട്ട്. എസെക്കിയേൽ പ്രവചനം 14-ാം അധ്യായം
13 14 സാറേ? നോക്കിക്കാട്ടെ. ആ ആ ആ അതന്നെ ഒരു ദേശം. ആ ആ ആ ആ ആ നോഹ, ഇയ്യോബ്, ദാനിയേൽ, പുരുഷന്മാർ ഉണ്ടായിരുന്നാലും മതി 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 കേട്ടോ. അവരവിടെ ഉണ്ടെങ്കിലും ദൈവം ചെയ്യും ചിലത് ഇല്ലേ? ആലയമോടുണ്ട്, പൊൻപാത്രങ്ങളോടുണ്ട്, ആലയത്തിൽ യാഗവുമുണ്ട്. പക്ഷെ നെബൂഖദ്നേസറിനെ അനുവദിച്ചത് ആക്രമിക്കാൻ. ഇതൊക്കെ ഇത് വേദപുസ്തകത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഞാൻ ഈ 40 വർഷമായി ഇതിങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ റെഫറൻസ് വായിച്ച് നോക്കിയിട്ട് പല ആളുകളോട് ചോദിച്ചിട്ടും പല തരത്തിൽ അന്വേഷിച്ചിട്ടും മനസ്സിലാകാത്ത ഒത്തിരി നിഗൂഢ രഹസ്യങ്ങൾ ഈ വചനത്തിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കുശാഗ്ര ബുദ്ധി കൊണ്ടാണ് വിളിക്കാൻ. അവരങ്ങനെ എൻ്റെ കെയറോഫിൽ രക്ഷപ്പെടും. നോ സാർ. ദൈവമക്കളെ, ഇവർ ദൈവമക്കളാണ്. ഈ ദൈവമക്കളാണെന്ന് ആര് തിരിച്ചറിഞ്ഞില്ല? രാജാവ് തിരിച്ചറിഞ്ഞില്ല. ഈ രാജാവ് തിരിച്ചറിയാനും ഒരു സാധ്യതയും ഇല്ലാത്ത എക്സ്ട്രീമിറ്റിയിലേക്ക് അവരെ കൊണ്ടുവന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഓപ്പർച്യൂണിറ്റി. മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മാൻസ് എക്സ്ട്രീമിറ്റി അവിടെ എത്തിയിരിക്കുക. സി, the total world, the total nation, total empire in extremity. See, they are weeping. എല്ലായിടത്തും ആകുലത, നിരാശ. രാജാവിന്റെ ദൃഷ്ടിയിലെ ഭക്തന്മാർ മുഴുവൻ ആകുലപ്പെട്ടിരിക്കുകയാണ്. വീടുകൾ മുഴുവൻ വിലാപത്തിലാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? അവരുടെ വീടും ഇടിച്ചു നിരത്തും, അവരെയും കൊന്നുകളെയും, കുഞ്ഞുങ്ങളെയും എല്ലാം. ദൈവത്തിന് തൻ്റെ വേല ഒരു വ്യക്തിയിൽ കൂടെ ചരിത്രത്തിൽ നിർവഹിക്കാനുണ്ടെങ്കിൽ ഹി ഹാസ് ഹിസ് ഓൺ ടൈം. ഹി ഹാസ് ഹിസ് ഓൺ ടൈം ടു ഡു ഹിസ് ടാസ്ക് ത്രൂ യു ഓൺ ദിസ് പ്ലാനറ്റ്. ഡോണ്ട് ബി ഹറി. ദൈവത്തിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ട പലരും ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പേ ചാടി പുറപ്പെടുന്ന ഏർപ്പാടാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? God has his own time in your life to do something through you. He's the one who called and separated and anointed and appointed you this planet for a particular and specific purpose in your life. And he wants to establish that particular purpose through you in his time. അത് ആ സമയത്ത് മാത്രമേ വിളിക്കത്തുള്ളൂ. അതുവരെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഈവൻ്റ് പറഞ്ഞാൽ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇവൻ്റ് പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. ദാനിയേൽ പ്രവചനത്തിൻ്റെ കഥ കേൾക്കാൻ വന്നതാണ് നമ്മൾ. ഞാൻ കഥ പറയുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ടോട്ടൽ ബൈബിളിൻ്റെ പിക്ചറുകളാണ്. വളർത്തുമോൾ അരമനയിലാണ്, രാജ്ഞിയാണ്. ഉപ്പാപ്പൻ ഇവിടെ കിടക്കുക. എവിടെ? പ്രാകാരത്തിലാണ്. പണിയെന്താ? പ്രാർത്ഥന. ആർക്ക് വേണ്ടി എന്തിനു ജീവിക്കുന്നു? എൻ്റെ മോടെ ഭർത്താവിന് വേണ്ടി, രാജാവിന് വേണ്ടി. കിട്ടുന്ന മെസ്സേജ് അപ്പം തന്നെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും അങ്ങോട്ട്. അവിടെ കൊടുത്തു. അവിടെ എഴുതി വെച്ചു. ദിനവൃത്താന്ത പുസ്തകമുണ്ട് രാജാവിൻ്റെ അരമനയിൽ.
രാജാവിൻ്റെ അരമനയിൽ ദിനവൃത്താന്ത പുസ്തകം ഉള്ളതുപോലെ തന്നെ സ്വർഗത്തിൽ ദിനവൃത്താന്ത പുസ്തകമുണ്ട്. മലാക്കി പ്രവചനത്തിലാണ് കണ്ടുപിടിച്ചു, 3-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് കോയിസാറിന് ഒരു സന്തോഷം, ഒന്ന് വായിച്ച് കേട്ടാൽ കൊള്ളാമെന്നാണ്. സാറേ വായിക്കും, പ്രസാദേ എടുത്ത് നോക്കി. മലാക്കി പ്രവചനം 3-ാം അധ്യായം, അതിൻ്റെ 16 തോന്നുന്നു. ആനേ വായിച്ചോ, അത് തന്നെ വായിച്ചോ. ഭക്തന്മാർ മതി. മാത്യു കെ ജാക്സൺ എവിടെ എഴുതിയിട്ടുണ്ട്? അപ്പോൾ ഇവിടെ ആദ്യം വന്നു കഴിഞ്ഞ് മാത്യു കെ ജാക്സൺ, അത് ഇല്ലാത്ത കാര്യമാണ്. രണ്ടാമത് ഏതാ? ഗേറ്റ്. ഇനിയും പലതും വരാണ്ടിരിക്കുന്നേ ഉള്ളൂ, സമയമാകട്ടെ. ഈ ഇദ്ദേഹത്തെ പോലെ, ദാനിയലിനെ പോലെ ഇങ്ങനെ അമ്മ ഇരിക്കുക, വരാനുണ്ട്, ഇനിയും വരാനുണ്ട് പല. അടുത്തത് അവർ എനിക്ക് നിക്ഷേപമായിരിക്കും. പിന്നെ അരളി ചെയ്യുന്നു, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ആദരിക്കുന്നത് പോലെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ ദുഷ്ടൻ നീതിമാനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വേർതിരിവ് വീണ്ടും കാണും. ഒരിക്കൽ കണ്ടു, വീണ്ടും കാണും. ഭൂമി വെച്ച് കണ്ടു, വീണ്ടും കാണും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം വരത്തില്ല, അർത്ഥം മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ വായിക്കുമ്പോഴെല്ലാം സ്തോത്രം പറയും. പ്രൈസ് ദി ലോർഡ്. Whatever things I am doing for the Lord here on this planet, He is recording it day by day, minute by minute. He is recording it. സ്മരണയുടെ പുസ്തകമുണ്ട് അവിടെ, അതിനകത്ത് ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ആൻഡ് എൻകോഡിംഗ് വിത്ത് മിനിറ്റ് ഉൾപ്പെടെയാ. അതിനൊക്കെ ഈ സിസ്റ്റത്തിൽ തന്നെ ദൈവം ഒരു കാര്യം വെച്ചിട്ടുണ്ട്, അറിയോ? പ്രപഞ്ചത്തിൽ തന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ഭാഗമായിട്ട് ആധുനിക ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചാണ് CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ട്രോപ്പോസ്ഫിയറിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ ഇവിടെ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവിടെ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് ന്യായവിധി ദിവസത്തിൽ ദൈവം ആകാശത്തെ വിളിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വാക്യമുണ്ടോ? എല്ലാവരും കണ്ട് എന്നെ തുറച്ചു നോക്കുന്നു, ഒന്നും കേട്ടിട്ടില്ലാത്ത പോലെ. കേട്ടിട്ടില്ലാത്ത കേൾക്കാനാണ് ഇങ്ങോട്ട് വരണ്ടേ? എന്താ? ആകാശത്തെ വിളിക്കും. ജോർജ് സാറ് 50-ാം സങ്കീർത്തനം 4-ാം വാക്യം, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അത് പറയാം. പക്ഷേ അത് മനസ്സിലാക്കി വെച്ചു. ആകാശത്തെ വിളിക്കും ആര്? ദൈവം. ഭൂമിയെ വിളിക്കും ആര്? ദൈവം. ഇനിയും ഈ പള്ളിയുടെ ഇതുണ്ടല്ലോ, ഈ ചുവര് മറുപടി പറയും. അതുകൊണ്ട് ഹബക്കൂക്കിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം എടുക്കണ്ട. നമ്മുടെ വിഷയം അതല്ല, ദാനിയേൽ പ്രവചനം നമ്മുടെ വിഷയം. വിഷയത്തോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാനൊന്ന് പരാമർശം മാത്രം. ദൈവത്തിന് സ്തോത്രം. വരാം, നമുക്ക് ദാനിയേൽ പ്രവചനത്തിലേക്ക് വരാം. കണ്ടോ, ഏകദേശം പഠിക്കാനൊരു ഉണർവ് ഉണ്ടാകുന്നില്ല, പിന്നെ മറിച്ച് നോക്കാനൊരു ഒരു ജിജ്ഞാസയുണ്ട്. ഇതാ വരണ്ടേ, ഇതാണ് വചന പഠനത്തിലൂടെ സാധിക്കേണ്ടത്. ഇതിങ്ങനെ കോർത്ത് കിടക്കുക. ഞാൻ ഇത്ര വർഷം വായിച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലാകുന്നത് നിങ്ങളോട് പറയുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. എന്താണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തിലൂടെ വായിച്ചത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് ദാനിയേലിൻ്റെ ധർമ്മം. പക്ഷെ അത് വെളിപ്പെടുത്തണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ദൈവത്തിൻ്റെ പെർമിഷൻ. ദൈവത്തിൻ്റെ പെർമിഷൻ വേണം, ദൈവത്തിൻ്റെ സമയമായിരിക്കണം. ദൈവത്തിൻ്റെ പെർമിഷൻ, ദൈവത്തിൻ്റെ സമയം. അതുകൊണ്ട് ആ സമയത്ത് രാജാവ് തന്നെ നിയോഗിച്ച ഈ 4 പേരെ വിളിക്കാൻ രാജാവിന് മനസ്സ് തോന്നിയില്ല. കാരണങ്ങളൊന്ന്. മറ്റൊന്ന്, ഇവരെ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഇവർ ജൂനിയേഴ്സാണ്, ഇവർക്ക് പ്രാക്ടീസ് ഇല്ല. പ്രാക്ടീസ് ഉള്ളത് ആരാ?
അവിടെ നല്ല തികഞ്ഞു കിടക്കുന്ന 10, 30, 40 കൊല്ലമായി വിദ്യ അഭ്യസിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. ആ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകൾ ഈ കൊച്ചുങ്ങൾ എന്താണ്? അതും ഇവിടുത്തുകാർ പോലും അല്ല. ഫോറിനേഴ്സ് വന്ന് 3 വർഷം കൊണ്ട് ഞങ്ങളുടെ വിദ്യ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും ഇല്ലേ? അതുകൊണ്ട് കേമന്മാർ, അവർക്ക് പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഈ രാജ്യത്ത് നിൽക്കാനായിട്ട്. യൂണിഫോം ഉണ്ട്, അതൊക്കെ ധരിച്ച് ഇങ്ങനെ നിൽക്കുക. നിന്റെ യൂണിഫോം ഒന്നും ദൈവത്തിന് വലിയ വിഷയമല്ല. ഇവിടെ 3-4 പിള്ളേർ ദൈവത്തോടൊത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്താൻ നിൽക്കുന്നുണ്ട്. ജീവനുള്ള ദൈവത്തെ എന്താണെന്നോ ആരാണെന്നോ അറിയാതെ ദൈവത്തിന്റെ ആലയത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താൻ നീ പിടിച്ചോണ്ട് വന്ന കൂട്ടത്തിൽ 4 പേരെ ഞാൻ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. സ്തോത്രം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടാൻ പോവുകയാണ്. രാജാവേ, അറിവിലിവർ ശിശുക്കളാണ്, പക്ഷേ അവർ ദൈവ പരിജ്ഞാനത്തിൽ സമ്പന്നരാണ്. സ്തോത്രം. അവർക്ക് ദൈവത്തെ അറിയാം. നിനക്ക് ദൈവങ്ങളെ അറിയാം. ആർക്ക്? നെബൂഖദ്നേസറിന് ദൈവങ്ങളെ അറിയാം, മർദോക്കിനെ അറിയാം, ബാലിനെ അറിയാം, നെബോയെ അറിയാം. പക്ഷേ ഇതിനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സോവറിൻ ഗോഡ് is there. He is the one who lives, who exists, who lives today, who is in control of the total universe. He is in control of you. അത് പിന്നീട് നമ്മൾ 2-ാം അധ്യായം താഴോട്ട് പഠിച്ച് 28-29 വാക്യം വരുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മുടെ ഇടവക്കാരുടെ സമയമാണ്. നമ്മുടെ ഒരു നോർമൽ കോൺസെപ്റ്റിലൊക്കെ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഭക്തിയെ തിരുത്തെഴുതാൻ ഒരു കാര്യം. ഈ 4 പേരെ കൂടെ കൊല്ലാൻ ഇവരാലോചിച്ചു. ആര്? രാജാവിൻ്റെ കൂട്ടർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന 4 പേരെ ആ കൊല നടത്തുന്നിടത്തുനിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കത്തില്ല. അവർക്ക് വേണേൽ അങ്ങനെ വിചാരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തെ അറിയാത്ത ജനം ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ദൈവത്തെ അറിയാവുന്ന ഞങ്ങളെ പാലിക്കാൻ കഴിയും. 3-ാമത്തെ അധ്യായത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? അഗ്നി വെന്തുപോകാതിരുന്ന ആളെ കാണിക്കുന്നില്ലേ? അങ്ങനെ ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് അവകാശമില്ല. കാരണം നമ്മൾ ഈ സമൂഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. ദേശത്തിൻ്റെ കാവൽ ചെയ്യും കാവൽക്കാരൻ. ഈ കൽപ്പനയിലൊരു വാക്യമുണ്ട്, ദേശത്ത് പട്ടക്കാരൻ. അച്ഛനോ എബനേസറിൻ്റെ പട്ടക്കാരൻ മാത്രമല്ല, പിന്നെ ദേശത്ത് പട്ടക്കാരൻ. എൻ്റെ നാട്ടിൽ എനിക്ക് മാമോദിസയൊക്കെ നടത്തിയ 4-ാം മേലച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ, 4-ാം മേലച്ഛൻ, പ്രായമുള്ള അച്ഛൻ. അച്ചാച്ചനൊക്കെ ആയിട്ട് വലിയ കൂട്ടം, എൻ്റെ വല്യപ്പച്ചനോടൊക്കെ വലിയ കൂട്ടം. ഞങ്ങളുടെ നാടിൻ്റെ സന്തതിയാണ്. ഒരു തുവാലൊക്കെ എടുത്തിട്ട് പണ്ടത്തെ ആ ഒരു വടിയൊക്കെ ഉണ്ട്. അപ്പം ചില പുള്ളികൾ കലിങ്കയിലൊക്കെ ഇരുന്ന് കൊച്ചുപിടിയും മരിച്ചൊക്കെ ഇരിക്കുമല്ലോ. ദൂരവേ അച്ഛൻ്റെ നിഴൽ കാണുന്നുണ്ട്. ഇടാ അടി കിട്ടും, ഇറങ്ങിക്കും. ആ കൂട്ടത്തിൽ പല മാർത്തമാക്കാർ മാത്രമല്ല, പല ആളുകളുണ്ട്. അടിക്കുകയും ചെയ്യും. വെച്ച് ഒരു തൊപ്പിയൊക്കെ വെച്ച് ആ തുവാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങും. ഇങ്ങനെ നോക്കി ദേശത്ത് പട്ടക്കാരന് വിറയ്ക്കും. ഒന്ന് നോക്കിയാൽ മതി. അച്ഛൻ എന്നെ മാമോദിസ ഒക്കെ ഉണ്ടായിരിക്കും. എനിക്ക് പ്രത്യേക കൃപയൊക്കെ ഇതിനെ ചിരിക്കുന്നുള്ള കാര്യം. ഈ ചിലരൊക്കെ അങ്ങനെയുണ്ട്, അഭിഷിക്തന്മാരുണ്ട്. ഇന്നും അത്രയും അഭിഷിക്തന്മാർ വേണം സഭയ്ക്ക്. അത് മെത്രാച്ചന്മാരിൽ വരുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന. അത് സ്വർഗത്തിൽ നിന്ന് കിട്ടണമെന്നുള്ള വലിയ നിർബന്ധം കൊണ്ടാണ് സ്വർഗത്തിന്റെ പ്രതിനിധിയായി കാർമികൻ ഊതിക്കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ. മനസ്സിലായോ? ആ അച്ഛൻ്റെ മെത്രാന്റെ ഊതി കൊടുക്കുന്നതല്ല, പ്രതീകമാണ്. കൈക്കൊള്ളുവീൻ. അത് അന്ന് കൊടുത്തില്ലയോ? എന്ന് ഇല്ല, പേടിത്തൊണ്ടന്മാർ എടുത്ത് കയറിയിരുന്നില്ലയോ? മാളിയെ കയറി ഇരുന്നില്ലയോ? അവന്മാർ നടുവിലോട്ട് എന്നിട്ട് പറഞ്ഞു, ഊത്, പരിശുദ്ധാത്മാവിനെ കയ്യിൽ പൊക്കോടാ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മാത്യു കെ ജാക്സൺ അച്ഛൻ്റെ തലയിലോട്ട് ശ്വാസപ്പായിട്ട് വെച്ച്
ദൈവത്തിന് വേണ്ടി കാർമികൻ ഊതും. കാർമികന്റെ ശ്വാസമല്ല അവിടെ, സ്വർഗത്തിന്റെ ശ്വാസം, സ്വർഗത്തിന്റെ നിയോഗം, സ്വർഗത്തിന്റെ അഭിഷേകം, സ്വർഗത്തിന്റെ ആജ്ഞ. ഗോ ഗോ ഫോർ മീ, ഗോ ഫോർ മീ, ഡു ഫോർ മീ, വാട്ട് എവർ ഐ ടെൽ ടു യു, ഡു ഫോർ മീ, സ്റ്റാൻഡ് ഫോർ മീ. Where I ask you to stand, you stand for me. Obey me. Obey me. അതൊക്കെ അന്നത്തെ കൽപ്പന. ദൈവത്തിന് സ്തോത്രം. ഇടവക്കാരെന്തോ പറയുന്ന വിഷയമല്ല, സ്വർഗം എന്നോട് എന്തോ പറയുന്നു അതാ വിഷയം. കോശി സാർ എന്നാ പറയുന്നു, ജോർജ് കുട്ടി എന്നാ, അത് ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. വാട്ട് ഹി ആസ്ക്സ് മീ ടു ഡു ഐ വിൽ ഡു, ഐ ഷുഡ് ഡു. ദൈവത്തിന് സ്തോത്രം. ദാനിയേലേ, നിനക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പഴയ നിയമത്തിനൊരു വാക്യമുണ്ട്, ദേശത്തിൻ്റെ കാവൽക്കാരൻ. ആ വാക്യം പറയാമോ? കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരാ, ഇടവ മിഷന്റെ സെക്രട്ടറി കോശിക്കുഞ്ഞ് ദേശത്തിന്റെ കാവൽക്കാരനാണ്. പേര് തന്നെ വിളിക്കും, കോശിക്കുഞ്ഞ് കാവൽക്കാരാ രാത്രി എന്താ? നമ്മൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണെന്നറിയാമോ? അവർ നശിച്ചു പോകണമെന്ന് എനിക്ക് വിചാരമില്ല. അതുകൊണ്ട് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുക. എനിക്കെന്തോ ചെയ്യണോ അത് അർത്ഥവത്തായി ഞാൻ നിർവഹിക്കും. ആർക്കു വേണ്ടി? ആരോടൊത്ത്? ദൈവത്തിന് വേണ്ടി, ദൈവത്തോടൊത്ത്. രാജാവ് വിളിച്ചില്ലയോ? നിനക്ക് പ്രത്യക്ഷപ്പെടേണ്ട, നീ ആരാണ് തെളിയിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയം വരും, ആ സമയം മാത്രം വെളിപ്പെട്ടാൽ മതി. ടിൽ ദെൻ കീപ് ക്വയറ്റ്. എപ്രാളം വേണ്ട. മോർദെഖായി അനങ്ങിയില്ലല്ലോ. രാജാവ് വിളിപ്പിക്കുന്നവരെ അനങ്ങിയില്ല. മോർദെഖായി അനങ്ങിയോ? ഇല്ല. എൻ്റെ വാർത്തുമകളുടെ കെയർ ഓഫിൽ അന്തഃപുരത്തിൻ്റെ പാലകരായി എന്നെ അപ്പോയിന്റ് ചെയ്തിരുന്നെങ്കിൽ, കയറിപ്പറ്റിയിരുന്നെങ്കിൽ അന്തഃപുരത്തിൻ്റെ പാലകരായി ഞാൻ അവശേഷിക്കുമായിരുന്നു. നിന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന, നിന്നെക്കുറിച്ച് എൻ്റെ ദൈവം പ്രതീക്ഷിക്കുന്നത് അതല്ല. പിന്നെയോ സ്തോത്രം, രാജാവിൻ്റെ മുദ്രമോതിരം നിന്റെ കൈമേൽ അണിയിക്കത്തക്ക വിധത്തിൽ രാജരഥത്തിൽ കയറി മറ്റുള്ളവർ നിന്റെ മുൻപിൽ മുട്ടുകുത്തി ജയ ജയ എന്ന് ഘോഷിക്കത്തക്ക തരത്തിൽ നിന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വെയിറ്റ് ഫോർ ഹിസ് ടൈം ഇൻ യുവർ life. Yes Lord, അത് മതി, എനിക്കത് മതി. അത് പറഞ്ഞുകൊണ്ട് പോകാൻ സാധിക്കട്ടെ. Each and every one, we are unique. We are different from each other. We are gifted and talented with specific and particular gifts which is to be utilized for the extension of the kingdom of God. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഗിഫ്റ്റഡ് ആണ് നമ്മളെല്ലാവരും. സാറിൻ്റെ ഗിഫ്റ്റ് എനിക്കില്ല, ജോർജിയുടെ ഗിഫ്റ്റ് എനിക്കില്ല, പ്രസാദിൻ്റെ ഗിഫ്റ്റ് എനിക്കില്ല, എന്നാൽ എൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണില്ല. ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് ഗിഫ്റ്റഡ് വിത്ത് സർട്ടൻ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. അതൊരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് ഒരുമിച്ചത് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് കാവുംഭാഗം എബനേസർ മാർത്തോമ ചർച്ച് ഈ പ്രദേശത്ത് ശോഭിക്കുന്ന വിളക്കായി നിൽക്കുന്നത്. സ്തോത്രം. കുറിയലായിസം എന്ന് പറഞ്ഞ് ചെഴുന്നേറ്റ് പോകലല്ലിത്. ദൈവവചനത്തിന് മുൻപിൽ, ദൈവവചനം പഠിച്ച് ദൈവവചനത്തിന് മുമ്പിൽ ജീവിതത്തെ കണ്ടുകൊണ്ട്, തിരുത്തിക്കൊണ്ട്, സമർപ്പിച്ചുകൊണ്ട്, നാഥ അങ്ങയുടെ കരങ്ങളിൽ ഉപയോഗിക്കത്തക്ക തരത്തിൽ എനിക്ക് എൻ്റേതായ ഒരു പ്രഹസനമൊന്നും. ദാനിയേൽ എന്തെങ്കിലും ഉണ്ടോ? പ്രഹസനം വല്ലതും ഉണ്ടോ? അഡ്രസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നത്തിങ്. എനിക്കും അതുപോലെ ഒന്നും ആരും അറിയണമെന്നില്ല. സ്തോത്രം. വല്ലതും മനസ്സിലായോ? ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ഗ്രഹിക്കാൻ പറ്റിയോ? ദാനിയേൽ പ്രവചനത്തിൻ്റെ സ്റ്റോറി പറഞ്ഞു വിട്ടാൽ മതിയെങ്കിൽ എനിക്ക് 3-4 ക്ലാസ് കൊണ്ട് ഇത് പറഞ്ഞു തരാം. വചനത്തിൻ്റെ വെളിച്ചത്തിൽ, ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ, ജീവിതവുമായി തട്ടിച്ച് താരതമ്യം ചെയ്ത് ഈ ടെക്സ്റ്റ് തന്നെ ഉപയോഗിച്ച് ഈ ദിവസങ്ങളിലൊക്കെ പ്രസംഗം കൊണ്ട് നടത്തിയത് നല്ലതായിരിക്കും. അച്ഛനത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ജനം അങ്ങോട്ട് കേൾക്കണം. ചിലത് നോ പറയാൻ ജനം പഠിക്കണം. സ്വർഗത്തോട് യേശു പറയാൻ ജനം പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയപ്പെടണം ഈ സമൂഹത്തിൽ. അത് പ്രത്യേകിച്ച് വിശ്വാസത്യാഗം വർദ്ധിക്കുന്ന ഒരു കാലത്ത്. എൻ്റെ കർത്താവേ, അങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ, ആക്കുന്നിടത്ത് ആഗ്രഹിക്കുന്ന പോലെ അങ്ങയുടെ സാക്ഷ്യം വഹിപ്പാൻ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു കഴിവുമില്ലാത്തവരാരും ഇവിടെയില്ല. എല്ലാ കഴിവുമുള്ള ആരുമില്ല. ഏതെങ്കിലും ഒന്ന് ദൈവത്താൽ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് തമ്പുരാൻ്റെ കൈകളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ അത് തന്നത് സമയമായോ ഉപയോഗിക്കാൻ? കർത്താവിന് ചോദിക്കണ്ട. അത് ഓരോരുത്തർ ചെയ്യുന്ന കാര്യം. വെയിറ്റ് ഫോർ ഹിസ് ടൈം ഇൻ യുവർ ലൈഫ് പേഴ്സണലി. യു ഹാവ് ടു ഗോ ബിഫോർ ദ ലോർഡ്, ആസ്ക് ഹിം ഫോർ ഹിസ് ഗൈഡൻസ്. എനിക്ക് ഗൈഡൻസ് ഉണ്ടായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ച് ജോലിക്ക് പോയാടാ. എസ്റ്റേറ്റ് സൂപ്പർവൈസറായിട്ട് ജോലി കയറിയാരാ, സ്റ്റെനോഗ്രാഫറാ 1970. അവിടുന്ന് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഹി കോൾഡ് മീ, സെപ്പറേറ്റ് മീ, അപ്പോയിൻറ്റഡ് മീ ആൻഡ് അനോയിൻറ്റഡ് മീ. എന്നോട് പറഞ്ഞു പോയി പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞു. ഓരോരുത്തരോട് പറയും. ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് ലെഫ്റ്റ് ബിഹൈൻഡ്. നമുക്ക് ഒത്തിരി സമയമുണ്ട്, കുറച്ച് സമയമുണ്ട്. ആ കുറച്ച് സമയം എത്രയും നമുക്കറിയത്തില്ല. അത്ര നാൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കർത്താവെ, ഞാൻ എന്നെ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പുനഃപരിശോധന നടത്താം. നാം ദൈവമക്കളാണ്, നാം ദൈവകുഞ്ഞുങ്ങളാണ്. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തോട് നമുക്കൊരു കടപ്പാട്. നമ്മുടെ ജീവിക്കുന്ന ദൈവത്തെ, നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ അറിയാത്ത, നമ്മളെ ഗ്രഹിക്കാത്ത ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നാൽ അത് ദൈവത്തോടൊത്ത് ഉപയോഗിക്കാൻ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കും. കർത്താവേ, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു സാമർഥ്യമില്ല, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റൊന്നും എനിക്കില്ല. ഇതാ ഞാനായിരിക്കുന്നത് പോലെ അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്നു. അങ്ങയുടെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും ആവില്ല. അങ്ങയുടെ ദിവ്യോദ്ദേശത്തിന് എന്നെ തന്നെ ഞാൻ വിട്ടുതരുന്നു. ഞാൻ വരുന്നു ക്രൂശിക്കേ സാധുഷി കുരുടേ സർവവും എനിക്ക് മോറ്റു ഞാൻ തരുന്നിത ഓവേശേ ദൈവമായ കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങളെ രക്ഷയിലാക്കിയവനെ, ദൈവകൃപയുടെ പ്രവാഹരാക്കി ഞങ്ങളെ നിയോഗിച്ചവനെ, ജീവിക്കാൻ സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം തന്ന് ഞങ്ങളെ ഭൂമിയിലാക്കിയവനെ, ഞങ്ങളെക്കുറിച്ച് അങ്ങേക്കൊരു പദ്ധതിയും പ്ലാനും ഉണ്ടല്ലോ. അത് ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, ഞങ്ങളുടെ അവശേഷിക്കുന്ന ജീവിതത്തിൻ്റെ കാലത്ത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്നത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അത് തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും സമർപ്പിക്കുവാനും ഞാൻ കൃപ തരണമേ. ദാനിയേലിനെയും കൂട്ടരെയും നെബൂഖദ്നേസറിന്റെ അരമനയിൽ അവിടുന്ന് പറഞ്ഞയച്ച് അങ്ങയുടെ സമയമായപ്പോൾ ജീവിക്കുന്ന അങ്ങയെ വെളിപ്പെടുത്താൻ കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തിയതുപോലെ ഞങ്ങളെക്കുറിച്ചുള്ള സമയം ആകുമ്പോൾ ഞങ്ങളിലൂടെ അങ്ങേക്ക് ചെയ്യാനുള്ളത് ശിഷ്ടയായുസ്സിൽ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. വെളിപ്പെടുത്തുമ്പോൾ തിരിച്ചറിയാനും അനുസരിക്കാനും സമർപ്പിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. നന്ദി. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ. വൈകിട്ടത്തെ ശുശ്രൂഷയിൽ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം.
മിശിഹായുടെ നാമത്തിലുള്ള യാചന ദയവായി കേൾക്കണമേ. ആമേൻ. താങ്ക് യു.